പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബസ് വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് ഓക്കബി. നമുക്ക് എപ്പോഴത്തെ പോലെ പ്രാർത്ഥനയോടെ തുടങ്ങാം. പാത്തർ നോസ്റ്റർ ക്യുവേസ് ഇൻഷാലി സാന്റിഫിച്ചേറ്റോ നോമെൻ തൂം അദ്വേനിയാദ്രേനും തൂം ഫിയാർ വോളന്താസ് തൂവ സിഗിയുദിൻ ഷേലുയേത്തിൻ തേട പാനം നോസ്ട്രം കൊതിദിയാനം ദനോബിസ് ഹോദിയെ എദ്ദിമിറ്റെ നോബിസ് തെബിറ്റാ നോസ്ട്രാ സിക്കറ്റ് നോസ് ദിമിറ്റിമൂസ് തെബിറ്റോറിബുസ് നോസ്ട്രിസ് എറ്റ്നോസ് ഇൻറ്റോകാസിൻ ടെൻറ്റാൻഷോനെയും സേറ്റ് ലിബറാനോ സമാലോ ആമേൻ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ കുത്തിവയ്പ്പിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ ഒരുപാട് കമൻറ്റുകൾ കണ്ടു. എല്ലാത്തിനും പരമാവധി റിപ്ലൈ തരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോയും കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഭൂരിഭാഗം കമൻറ്റിലും ഞാൻ കേട്ടിട്ടുള്ളത്, ഒരു 90% ആളുകളും പറഞ്ഞത് ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു, ഞങ്ങൾക്കിതാരും പറഞ്ഞു തന്നില്ലായിരുന്നു എന്നാണ്. അതായത് ഈ സാധനത്തിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളൊരു ഫോൺ വാങ്ങിക്കാൻ ഒരു മൊബൈൽ ഷോറൂമിൽ പോകുമ്പോൾ നമ്മളെങ്ങനെയാണ് പറയുക? ചേട്ടാ ഒരു ഫോണ്, ഇങ്ങനെയാണോ നമ്മൾ പറയാം? ചേട്ടാ ഇത്ര മെമ്മറി കപ്പാസിറ്റി, ഇത്ര MB ഉള്ള ഇന്ന കമ്പനിയുടെ ഇന്ന മോഡൽ വേണം എന്നല്ലേ നമ്മൾ പറയാറ്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് ഇന്ന ഫോണ് ഈ ഷോറൂമിലുണ്ടെന്ന്? നമ്മൾ അന്വേഷിച്ചറിഞ്ഞു. ആരോ പറഞ്ഞത് കേട്ടു ഇങ്ങനൊരു ഫോൺ ഇറങ്ങിയിട്ടുണ്ട് മാർക്കറ്റിൽ. അപ്പം നമ്മൾ അന്വേഷിച്ചു ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്. എന്നിട്ട് നമ്മൾ നോക്കി ഇതേ വിലയിൽ വേറെ ഏതെങ്കിലും കമ്പനിക്ക് ഇതേ സ്പെസിഫിക്കേഷനുള്ള ഫോണുണ്ടോ എന്ന്. എന്നിട്ട് അതെല്ലാം താരതമ്യപ്പെടുത്തിയിട്ട് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് പോയിട്ട് എടുത്തത്. അപ്പോൾ ഒരു ഫോൺ വാങ്ങിക്കാൻ പോകുമ്പോൾ ഇതെല്ലാം നോക്കണമെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. കമ്പ്യൂട്ടറും ലാപ്ടോപ്പും എല്ലാം വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ തന്നെ. എന്തിന് കാറ് പോലും വാങ്ങിക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്? ചേട്ടാ ഒരു കാറ് തരൂ എന്നാണോ നമ്മൾ കടയിൽ പോയിട്ട് അല്ലെങ്കിൽ ഷോറൂമിൽ പോയിട്ട് നമ്മൾ പറയാം? ഒരു ബ്രെഡ് പോലും വാങ്ങിക്കുമ്പോൾ, ഒരു പാല് പോലും വാങ്ങിക്കുമ്പോൾ ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്തവർ പോലും ഈ ബ്രെഡ് എടുത്തിട്ട് ഇതിൽ ഫംഗസ് കാണുമ്പോൾ ചേട്ടാ അതിൽ ഫംഗസ് ഉണ്ട്, ഇത് കേടാണ്, വേണ്ട എന്ന് പറയത്തില്ലേ? അതാരെങ്കിലും പറഞ്ഞു തരണോ? അതിന് എക്സ്പയറി ഡേറ്റ് നമ്മൾ നോക്കത്തില്ലേ? ഒരു അച്ചാർ വാങ്ങിക്കുമ്പോൾ, ഒരു ബ്രെഡ് വാങ്ങിക്കുമ്പോൾ, ഒരു പാല് വാങ്ങിക്കുമ്പോൾ നമ്മൾ നോക്കത്തില്ലേ? ഒരു തുണി പോലും നമ്മൾ വാങ്ങിക്കുമ്പോൾ, ഒരു ഷർട്ട് പീസോ ഒരു പാൻറ്റോ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതിലെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ പ്രശ്നമുണ്ടോ നോക്കിയിട്ടല്ലേ നമ്മൾ വാങ്ങിക്കുക. ആ കടക്കാരൻ പറയണത് അപ്പാടെ നമ്മൾ വിശ്വസിക്കുമോ? ചേട്ടാ ചേച്ചി ഇതിന് MRP 799 രൂപയാണെന്ന് പറയുമ്പോൾ ഇന്നാ 799 രൂപ പിടിച്ചോ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാറുണ്ടോ? അവർ പറയുന്ന അപ്പാടെ നമ്മൾ വിശ്വസിക്കാറുണ്ടോ? നമ്മൾ പരമാവധി ബാർഗെയിൻ ചെയ്ത് വില കുറച്ചിട്ടില്ല നമ്മൾ വാങ്ങിക്കുക. നമ്മുടെ മക്കളെ ഒരു സ്കൂളിൽ ചേർക്കുമ്പോൾ നമ്മളിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുകയാണ്. പെട്ടെന്നാണ് ഒരു സ്കൂളിൻ്റെ ബോർഡ് കാണുന്നത്. എന്നാൽ പിന്നെ ഒന്ന് വണ്ടി നിർത്തണേ, എൻ്റെ മോളെ അഡ്മിഷൻ എടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് ആ സ്കൂളിൽ പോയിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യുക. നമ്മൾ അടുത്തുള്ള അയൽവാസികളെ അന്വേഷിക്കില്ലേ? ഈ സ്കൂളിൽ പഠിച്ചവരോട് അന്വേഷിക്കില്ലേ? അവിടുത്തെ ടീച്ചർമാരോട് അന്വേഷിക്കത്തില്ലേ? അവിടുത്തെ ഫീസ് സ്ട്രക്ചർ അന്വേഷിക്കത്തില്ലേ? ഇതെല്ലാം നോക്കിയിട്ടല്ലേ നമ്മൾ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അജ്ഞാതമായ ഒരു സാധനം വളരെ സ്ട്രെയിഞ്ചായിട്ട് ഒരു സർക്കാർ ഇതെടുക്കാൻ പറയുമ്പോൾ ചുരുങ്ങിയത് ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പരിശോധിക്കാൻ ഞാനോ മറ്റുള്ളവരോ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഇത് കോമൺ സെൻസ് അല്ലേ? ഇതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ മലയാളികൾ കിണറ്റിലെ തവളകളാണ്. നമുക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല, പക്ഷെ നമുക്കെല്ലാം അറിയാമെന്ന ഭാവമാണ് നമ്മൾ മലയാളികൾക്കുള്ളത്. അപ്പോൾ ഇതൊന്നും ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതൊന്നും നമ്മൾ വലിയ കാര്യമുള്ള കാര്യമല്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇതൊന്നും നമുക്ക് മനസ്സിലാവാത്തത്. പ്രത്യേകിച്ച് ഒരു കത്തോലിക്കനാണെങ്കിൽ എന്ത് സംഭവമായിക്കോട്ടെ അതെല്ലാം എൻ്റെ വിശ്വാസമായിട്ട് ചേർന്ന് പോകുന്നുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമേ നമ്മളത് ചെയ്യാൻ പാടുള്ളൂ. അതിനാണ് സഭ നമുക്ക് ഇങ്ങനെയുള്ള മതബോധന ഗ്രന്ഥങ്ങൾ നൽകിയിരിക്കുന്നത്. കത്തോലിക്ക തിരുസഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥം കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് യുകാറ്റിൽ ബെനഡിക്ട് 16-ാമൻ പാപ്പ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സാധനം ഇങ്ങനെ ഇറങ്ങുമ്പോൾ എൻ്റെ വിശ്വാസമായിട്ട് അത് ചേരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഈ വീഡിയോ അല്പം ലെങ്തി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടൈമിൽ ക്ലിക്ക് ചെയ്താൽ ആ ഭാഗത്ത് നിങ്ങൾക്ക് എത്താവുന്നതാണ്. മുഴുവൻ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് മുഴുവനും കാണാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ലഭിച്ച മറുപടികളെല്ലാം അതിശയകരവും വേദനിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതും ഒക്കെ ആയിരുന്നു. അതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ കുത്തിവെപ്പ് ഉണ്ടാക്കിയ കമ്പനി തന്നെ നേരിട്ട് കൺഫസ് ചെയ്തിട്ടും ഇത് വിശ്വസിക്കാത്ത ആളുകളുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ ഉള്ള ആളുകൾ. അവർക്കിത് പറഞ്ഞാൽ
അങ്ങനെയൊന്നല്ല എന്നവർ പറയണത്. അതായത് നിങ്ങളൊരു കൂൾ ബാറിൽ പോയി ഫലൂദ ഓർഡർ ചെയ്തു, ആ ഫലൂദ ഓർഡർ ചെയ്ത് നിങ്ങൾ കുടിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് കടക്കാരൻ പറഞ്ഞത്, ചേട്ടാ ആ സമയത്ത് ഞാൻ വല്ലാത്തൊരു ദേഷ്യത്തിലായിരുന്നു എൻ്റെ മുതലാളിയോട്. ഞാൻ ആ ദേഷ്യത്തിൽ ആ സമയത്ത് വന്ന എല്ലാവർക്കും ഈ ഫലൂദയിൽ ഞാൻ വിഷം കലർത്തിയിട്ടാണ് നൽകിയത്. അവിടെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം, സോറി എന്ന് പറയണം. അപ്പോൾ നമ്മൾ പറയും, നോ, ഈ ഫലൂദ വളരെ ടേസ്റ്റാണ്, ഇത് കുടിച്ചിട്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, നോക്കൂ ഞാൻ ആരോഗ്യവാനാണ്. അപ്പോൾ അവർ പറയും, ഇല്ല, ഇതിന് ഇന്ന പ്രോബ്ലംസ് ഉണ്ട്, ഇന്ന വിഷമാണ് ചേർത്തിരിക്കുന്നത്. ഇല്ല പറ്റത്തില്ല, സമ്മതിക്കത്തില്ല. ഇത് ഉണ്ടാക്കിയ വ്യക്തിയാണ് പറയണത് പ്രോബ്ലം ഉണ്ടെന്ന്. എന്നിട്ടും ആസ്ട്രാസെനെക്ക കമ്പനി പറയുന്നു ഇതിന് ഇന്ന പ്രശ്നമുണ്ട്, എഫിഡവിക്റ്റാണ്, സത്യവാങ്മൂലമാണ് UK കോടതി സബ്മിറ്റ് ചെയ്തത്. എന്നാലും ഈ ബുദ്ധിയിൽ അന്ധത ബാധിച്ച മെഡിക്കൽ ഫീൽഡിലുള്ളവർ പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നില്ല ഇത്. പക്ഷേ അങ്ങനെ മനസ്സിലാക്കുന്ന എത്രയോ പരിശുദ്ധാത്മാവിന് വെളിച്ചമുള്ള മെഡിക്കൽ ഫീൽഡിലുള്ളവരുണ്ട് കേട്ടോ. അവരൊന്നും ഇത് നേരത്തെ എടുത്തില്ല. എത്രയോ അത് പത്രത്തിൽ പോലും വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, ഇത്രയും ഡോക്ടർമാർ എടുത്തിട്ടില്ല എന്ന്. കാരണം അവർക്ക് ബുദ്ധിയുണ്ട്. എമർജൻസി ആയിട്ട് ഒരു ട്രയൽ ടെസ്റ്റ് പോലും നടത്താതെ ഇറക്കിയ ഒരു സാധനം വിവരമുള്ള ഡോക്ടർമാർ എടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ കമ്പനി പറഞ്ഞാൽ പോലും വിശ്വസിക്കാത്ത ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. രണ്ടാമതായിട്ട് അറിയാതെ എടുത്തുപോയവർ, ഈ കുത്തിവെപ്പ് അറിയാതെ എടുത്തുപോയവർ. അതായത് ഇതിൻ്റെ ഒരു മോറൽ വശത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതിങ്ങനൊരു മോറൽ ഇഷ്യൂ ഉണ്ടായിരുന്നു, ഞങ്ങൾക്കാരും പറഞ്ഞു തന്നില്ല എന്നുള്ളത്. അപ്പോൾ കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്. അതായത് ഒരു പാപം മാരകപാപമാവണമെങ്കിൽ 3 കണ്ടീഷൻസും ഒരുപോലെ ഫുൾഫിൽ ചെയ്തിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ, ഇറ്റ് മസ്റ്റ് ബി എ ഗ്രേവ് മാറ്റർ, ഇതൊരു ഗൗരവകരമായൊരു വിഷയമായിരിക്കണം ഒന്ന്. രണ്ടാമത്തത്, ഇത് ഫുൾ നോളേജോടുകൂടെ, പൂർണ്ണ അറിവോടുകൂടെ ചെയ്തതായിരിക്കണം. ഇതിനെപ്പറ്റി എല്ലാം അറിയാം, ഇതിങ്ങനെയാണ് അറിയാം, എന്നിട്ട് ചെയ്തതായിരിക്കണം. മൂന്നാമതായിട്ട്, ഇത് നിങ്ങളെ ആരും നിർബന്ധിക്കാതെ വോളണ്ടറി ആയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതായിരിക്കണം. ഈ 3 കണ്ടീഷൻസും ഒരുപോലെ വരുമ്പോഴാണ് ഒരു കാര്യം മാരകപാപം ആകുന്നത്. ഇത് അറിയാതെ എടുത്തവരോട് എനിക്ക് പറയാനുള്ളത്. മൂന്നാമതായിട്ട്, ജോലിക്ക് വേണ്ടി ഇതെടുത്തവർ. ഒരാൾ കമൻ്റ് ഇട്ടത് ഞാൻ കണ്ടു. അതായത് വളരെ കഷ്ടപ്പെട്ട് ആണ് വിദേശത്ത് ജോലി കിട്ടിയത്, എന്നിട്ട് ഇതെടുക്കാത്തതിൻ്റെ പേരിൽ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ശരിയാണ്, എനിക്ക് മനസ്സിലാവും. ഇവിടെ നിന്ന് ലോണൊക്കെ എടുത്ത് സ്ഥലമൊക്കെ വിറ്റിട്ടായിരിക്കും പോയിട്ടുണ്ടാവും. അവിടെ നിന്ന് ഒന്ന് മെച്ചപ്പെട്ട് വരുമ്പോഴാണ് ഇത് വരുന്നത്, കുത്തിവെപ്പ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ജോലി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത്, എല്ലാറ്റിലും വലുതാണ് യേശുക്രിസ്തു, എല്ലാത്തിലും വലുതാണ് നിത്യജീവൻ. ഈ ജോലി തരുന്നത് ആരാ? മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. കർത്താവാണ് വിജയം നൽകുന്നത്. ഈ ജോലിയെല്ലാം കർത്താവ് നമുക്ക് തരുന്നത്, നമ്മൾ പഠിച്ച് പാസ്സാവുന്നതും ജോലി തരുന്നതെല്ലാം ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ഒരു നിമിഷം ഇത് തട്ടിത്തെറിപ്പിക്കാൻ പറ്റും. ആ ദൈവത്തിന് ഒരു നിമിഷം പാവപ്പെട്ടവനെ പണക്കാരനാക്കാനും പറ്റും. നമ്മുടെ മിടുക്കൊണ്ടൊന്നുമല്ല നമുക്ക് ജോലി ലഭിക്കുന്നത്, ദൈവം നമുക്ക് ദാനമായിട്ട് നൽകുന്നതാണ്. അപ്പം നമ്മൾ സത്യത്തിന് വേണ്ടി നിലനിൽക്കുമ്പോഴാണ് നമുക്ക് കുരിശുണ്ടാവുന്നത്. അപ്പോഴാണ് നമ്മൾ യേശുവിന് ശിഷ്യന്മാരാണെന്ന് ലോകവും നമ്മളും തന്നെ അറിയുന്നത്. അപ്പോഴാണ് സഹനങ്ങൾ ഉണ്ടാകുന്നത്. ആ സഹനം വഴിയാണ് ആത്മാക്കൾ രക്ഷ പ്രാപിക്കുന്നത്. ഇതാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്ന റിവാർഡ്. അപ്പോൾ സത്യത്തിന് വേണ്ടി നിലനിൽക്കുക, കോൺസിക്വൻസ് ഫേസ് ചെയ്യുക. പക്ഷേ ബാക്കിയുള്ള കാര്യം ദൈവം നോക്കിക്കോളൂ. ഒരു പക്ഷേ അതേ ജോലി കിട്ടണമെന്നില്ല, പക്ഷെ നിങ്ങളെ ദൈവം നോക്കും, പൊന്നുപോലെ നോക്കും. മക്കബാരുടെ പുസ്തകത്തിൽ നമുക്കിത് കാണാം. ഒരു തവണ ഞാൻ പറഞ്ഞതാണ് എലിയാസറിൻ്റെ സംഭവം. എലിയാസറിനെ വളരെ പ്രായം ചെന്ന മനുഷ്യനാണ്, പന്നി മാംസം തീറ്റിക്കാൻ വേണ്ടി നിർബന്ധിച്ചു. മക്കബാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം 21 മുതൽ തിരുവചനങ്ങൾ. നിഷിദ്ധമായ ആ ബലിയുടെ ഭാരവാഹികൾ അവനോടുള്ള ദീർഘകാല പരിചയം കൊണ്ട് അവന് ഭക്ഷിക്കാൻ അനുവാദമുള്ള മാംസം കൊണ്ടുവന്നിട്ട് രാജാവ് ആജ്ഞാപിച്ച ബലിവിരുന്നിൻ്റെ മാംസം എന്ന ഭാവേന അത് ഭക്ഷിക്കാൻ അവനെ രഹസ്യമായിട്ട് നിർബന്ധിച്ചു. അപ്പോൾ എലിയാസറിനെ നേരത്തെ പരിചയമുള്ള ഇതിൻ്റെ ഭാരവാഹികൾ വന്ന് പറഞ്ഞു, എലിയാസറെ, പന്നി മാംസമല്ലേ എനിക്ക് കഴിക്കാൻ നിഷിദ്ധം, ഞങ്ങൾ നിനക്ക് വേറെ മാംസം കൊണ്ടുവരാം, അല്ലെങ്കിൽ ബീഫ് കൊണ്ടുവരാം, അത് കുഴപ്പമില്ലല്ലോ. അപ്പോൾ പന്നി മാംസം ആണെന്ന് രാജാവും മറ്റുള്ളവരും കരുതിക്കോളൂ. അപ്പം നീ ബീഫ് കഴിച്ചോ, അപ്പം നീ നിന്നെ സേവ് ചെയ്തു, നീ ദൈവകൽപ്പന തെറ്റിച്ചിട്ടില്ല. അത് വളരെ നല്ല കാര്യമായിരുന്നല്ലോ. പക്ഷേ എലയാസറിൻ്റെ മറുപടി ഇതായിരുന്നേ, തൻ്റെ വാർദ്ധക്യത്തിൻ്റെ അന്തസ്സിനും നരച്ച മുടിയുടെ മഹത്വത്തിനും ബാല്യം മുതൽ നയിച്ച ഉത്തമ ജീവിതത്തിനും
വിശുദ്ധവും ദൈവതത്വവുമായ നിയമത്തിനും യോജിച്ച വിധം അവൻ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് തന്നെ പാതാളത്തിലേക്ക് അയച്ചുകൊള്ളാൻ അവരോട് പറഞ്ഞു. അവൻ തുടർന്നു, നമ്മുടെ ഈ പ്രായത്തിന് ഈ അഭിനയം ചേർന്നതല്ല. എലയാസർ 90-ാം വയസ്സിൽ മതം മാറി എന്ന് ചെറുപ്പക്കാർ വിചാരിക്കും. ഒരു ചെറിയ നിമിഷം കൂടി ജീവിക്കാൻ വേണ്ടി എൻ്റെ ഈ അഭിനയം മൂലം ഞാൻ അവരെ വഴിതെറ്റിക്കുകയും എൻ്റെ വാർദ്ധക്യത്തെ പങ്കിലവും അവമാനിതവും ആക്കുകയും ചെയ്യും. തൽക്കാലത്തേക്ക് മനുഷ്യ ശിക്ഷയിൽ നിന്ന് എനിക്ക് ഒഴിവാകാമെങ്കിലും സർവശക്തൻ്റെ കരങ്ങളിൽ നിന്ന് ജീവിച്ചാലും മരിച്ചാലും രക്ഷപ്പെടാൻ കഴിയുകയില്ല. അതിനാൽ പൗരുഷത്തോടെ ഞാൻ എൻ്റെ ജീവൻ അർപ്പിക്കുകയാണ്. അതുവഴി ഞാൻ എൻ്റെ വാർദ്ധക്യത്തിന് യോഗ്യനെന്ന് തെളിയിക്കും. നോക്കൂ, 90-ാം വയസ്സിലുള്ള ഒരപ്പാപ്പനാണ് പറയുന്നത്, അഭിനയിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊന്നോളൂ എന്ന്. യുവാക്കളായിട്ടുള്ള നമുക്ക് പറ്റുന്നുണ്ടോ ഈ പൗരുഷത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ട്? അപ്പം ഇദ്ദേഹത്തിന് ജോലിയേക്കാൾ വലുതല്ലേ ജീവൻ പോലും പുല്ലുപോലെ കണ്ടു ഇദ്ദേഹം. ഈ ഓഡിയോ നിങ്ങളൊന്ന് കേട്ട് നോക്ക്. PSC എഴുതി മെയിൻ ലിസ്റ്റിൽ വന്ന് സർക്കാർ ജോലി ഇപ്പം കിട്ടും എന്ന് പറഞ്ഞ് പടിവാതിൽക്കലെത്തിയപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി നിലപാടെടുത്തുകൊണ്ട് ആ സർക്കാർ ജോലി വേണ്ട എന്ന് വെച്ച ഒരു സഹോദരിയുടെ ഓഡിയോ നിങ്ങളൊന്ന് കേട്ട് നോക്കിയിട്ട് നിങ്ങൾ പറ, ഏതാണ് വലുത്? ഈശോയാണോ വലുത്? ജോലിയാണോ വലുത്? ഒരു പ്രാവശ്യം PSC എക്സാം എഴുതി ഗവൺമെൻറ് മെയിൻ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെത്. ആ ടൈമിലാണ് കൊറോണ വാക്സിൻ നിർബന്ധമാക്കി. അപ്പം നമ്മൾ എടുക്കില്ല എന്ന ഒരു തീരുമാനത്തിൽ പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് ചാനലൊക്കെ ഞാനിങ്ങനെ ഓരോ വീഡിയോസൊക്കെ കണ്ട് അന്നാണ് എനിക്ക് ഒരു സ്പർശനം കിട്ടുന്നത് ദൈവത്തിൻ്റെ, നമുക്ക് വാക്സിനേഷൻ നിർബന്ധമാക്കിയ സമയത്ത്. അപ്പോൾ ആ ടൈമിൽ നമ്മളോട് ഈ വാക്സിനേഷൻ ഉണ്ടെങ്കിൽ എന്നാൽ ഗവൺമെൻറ്റിന് നമുക്ക് പോകാൻ പറ്റുള്ളായിരുന്നു അന്ന്. അപ്പം ഞാൻ ആദ്യം ഒരു വട്ടം എഴുതിയുള്ളൂ, പിന്നെ ഞാൻ എഴുതിയിട്ടില്ല. അന്ന് ഞാൻ അതിന് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ വന്നു. അപ്പോൾ ഞാൻ കുറേ പേര് വഴക്ക് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് കൈനീട്ടി കൊടുത്തൊരു കുത്ത് വെച്ചാൽ പോരെ, ഒരു ഗവൺമെൻറ് ജോലി കളയണോ? ഇത്രയും ആൾക്കാർ കാത്തിരിക്കുക ഗവൺമെൻറ് ജോലി കിട്ടാൻ, ഇതിപ്പം നമ്മുടെ കയ്യെത്തും ദൂരത്ത് എത്തിയിട്ട് തട്ടിക്കളയുന്ന പോലെ ആയിപ്പോയില്ലേ എന്ന് പറഞ്ഞു. എത്ര പേർക്ക് ധൈര്യമുണ്ട് ഇതുപോലെ പറയാൻ വേണ്ടിയിട്ട്? കഴിഞ്ഞില്ല. വിശുദ്ധ തോമസ് മൂറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വലിയ വിശുദ്ധൻ. അദ്ദേഹം ഹെൻറി 7-ാമൻ രാജാവിൻ്റെ ചാൻസലറായിരുന്നു. അതായത് പറഞ്ഞാൽ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സ്ഥാനമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ലോയറാണ്, ഫിലോസഫറാണ്, റൈറ്ററാണ്, സ്റ്റേറ്റ്സ്മാനാണ്, ലോർഡ് ഹൈ ചാൻസലർ ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് അഡ്വൈസർ ഓഫ് കിങ് ഹെൻറി 7th, ഉപദേശകനും കൂടിയാണ് രാജാവിൻ്റെത്. അപ്പോൾ 1530 സ്വന്തം ഭാര്യ ജീവനോടിരിക്കെ മറ്റൊരു വിവാഹം കഴിക്കണമെന്ന് രാജാവിന് ആഗ്രഹം തോന്നി. അപ്പോൾ അത് മാർപ്പാപ്പയോട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധ തോമസ് മൂറിനോട് രാജാവ് പറഞ്ഞു ഒപ്പിടാൻ. പറ്റത്തില്ല എന്ന് തോമസ് മൂർ പറഞ്ഞു. അങ്ങനെ 1932 ഇദ്ദേഹം പ്രഖ്യാപിച്ചു, ഹെൻറി 7-ാമൻ രാജാവ് പ്രഖ്യാപിച്ചു, എല്ലാ വൈദികരും എല്ലാ ബിഷപ്പുമാരും എന്നെ നിങ്ങളുടെ മേലധികാരിയായിട്ട് അംഗീകരിക്കണം. ഇതാ പുതിയ സഭ സ്ഥാപിച്ചിരിക്കുന്നു, ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്. അന്ന് ആ വർഷം തന്നെ തോമസ് മൂർ ചാൻസലർ സ്ഥാനത്ത് നിന്ന് റിസൈൻ ചെയ്തു. ഇനി എനിക്ക് ഈ മനുഷ്യനായിട്ട് ഒന്നു ചേർന്ന് പോകാൻ പറ്റത്തില്ല, കാരണം ഞാൻ മാർപ്പാപ്പയുടെ കീഴിലാണ്, പരിശുദ്ധ സിംഹാസനത്തിന് കീഴിലാണ്. ഇങ്ങനെ സ്വന്തമായിട്ട് സഭ സ്ഥാപിച്ച ഒരു രാജാവിനെ സേവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ലക്ഷങ്ങൾ ശമ്പളം, ജോലിയെല്ലാം ഇമ്പോർട്ടൻ്റ് എന്ന് കാണിച്ച മനുഷ്യൻ റിസൈൻ ചെയ്തു. 1535 ജൂലൈ മാസം 1-ാം തീയതി രാജാവിൻ്റെ ഈ അധികാരത്തെ ഇദ്ദേഹം അനുസരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹത്തെ ശിക്ഷ വിധിക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ കൊണ്ടുവന്നു. 15 മിനിറ്റ് നേരത്തിനുള്ളിൽ ഇദ്ദേഹം കുറ്റവാളിയാണ്, ഹീസ് ഗിൽറ്റി എന്ന് പ്രഖ്യാപിച്ചു. 1535 ജൂലൈ മാസം 6-ാം തീയതി ഇദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ജോലിയാണോ വലുത്? ഈശോയാണോ നിനക്ക് വലുത്? ഈശോ പറയുന്നു, മത്തായിയുടെ സുവിശേഷം 8-ാം 36-ാം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു നൽകും? അപ്പോൾ ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം. അതായത് ഇതെല്ലാം ഓക്കെ, ശരി, നമ്മളോട് ആരും നേരത്തെ പറഞ്ഞില്ല, നമുക്കിതറിയില്ലായിരുന്നു ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത്. ഇനി വരാൻ പോകുന്ന കാര്യം, വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 16 മുതലുള്ള തിരുവചന ഭാഗത്ത് വചനം ഇപ്രകാരം പറയുന്നു: ചെറിയവരും വലിയവരും, ധനികരും ദരിദ്രരും, സ്വതന്ത്രരും അടിമകളുമായ
എല്ലാവരുടെയും വലത് കൈയിലോ നെറ്റിയിലോ മുദ്ര കുത്തണമെന്ന് അത് നിർബന്ധിച്ചു. മൃഗത്തിൻ്റെ നാമമോ നാമത്തിൻ്റെ സംഖ്യയും മുദ്രടിക്കപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാക്കാൻ വേണ്ടിയായിരുന്നു അത്. ഇതിനെപ്പറ്റി പല വ്യാഖ്യാനങ്ങൾ പലരും പറയുന്നുണ്ട്. ഈവൻ വലിയ ദൈവശാസ്ത്ര പണ്ഡിതരായിട്ടുള്ള കേരളത്തിലുള്ളവർ പോലും പറയുന്നത് ഇതൊക്കെ നടന്നു കഴിഞ്ഞ കാര്യമാണ് എന്നാണ്. അതായത് ഇതെല്ലാം നീറോ ചക്രവർത്തിയുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങളാണ്, ഇതെല്ലാം നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണ് എന്നാണ് കേരളത്തിലെ പണ്ഡിതർ പറയുന്നത്. എന്നാൽ വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിന് തുടക്കത്തിൽ പറയുന്നത് ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവ തൻ്റെ ദാസർക്ക് വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം യേശു ക്രിസ്തു വഴി നൽകിയ വെളിപാട്. അപ്പോൾ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണെന്ന് പറയുമ്പോൾ ഇതെല്ലാം നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണെന്നാണ് പണ്ഡിതർ പറയുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, ഇവൻ ഒരു പ്രശസ്തനായ ധ്യാനഗുരു പബ്ലിക്കായിട്ട് പറഞ്ഞ കാര്യം ഈ സാധനം എടുക്കണമോ വേണ്ടയോ എന്നൊന്നും പറയത്തില്ല, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം എന്നാണ്. ഒരു മോറൽ ഇഷ്യൂ വരുമ്പോൾ ഇവരെല്ലാം കൈമലർത്തും. അപ്പോൾ വെളിപാട് 13-ാം അധ്യായം 18-ൽ പറയുന്ന ഈ മുദ്ര ഞാൻ വിശ്വസിക്കുന്നു അതൊരു ഇലക്ട്രോണിക് ചിപ്പാണ് എന്ന്. ഇതിൻ്റെ പേരിൽ തർക്കത്തിനൊന്നും ഞാനില്ല. ഇതിൻ്റെ വ്യാഖ്യാനം നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്ന പുസ്തകത്തിൽ മാതാവ് പറയുന്നുണ്ട്. ഇത് മുദ്രയാണ് എന്ന് പറയുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് വായിച്ചു നോക്കാം. അതിനെ കുറച്ചുകൂടെ വ്യക്തമായ എക്സ്പ്ലനേഷൻ ഇറ്റലിയിലെ 2011 മെയ് മാസം 29-ന് പരിശുദ്ധ കന്യകാമറിയം ജോസഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് പ്രത്യക്ഷപ്പെട്ടു. ഒരു 90 വയസ്സുള്ളൊരു അപ്പാപ്പനാണ്. പുള്ളി മരിച്ചുപോയി. അപ്പോൾ പുള്ളിക്ക് നൽകിയ മെസ്സേജിൽ മാതാവ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1992 മുതൽ മാതാവ് ഈശോയും മാലാഖമാരൊക്കെ മെസ്സേജ് കൊടുക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ അതിലൊരു മെസ്സേജ് ഇതാണ്. മാതാവ് പറയുകയാണ്, എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നത് കേൾക്കൂ. ഈ മനുഷ്യരിൽ നിന്ന് നിങ്ങളുടെ കൈകളിലും നിങ്ങളുടെ നെറ്റിയിലും ഇടപാടുകൾ നടത്താൻ മുദ്ര സ്വീകരിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകുമ്പോൾ അത് സ്വീകരിക്കരുത്. ഇത് മൃഗത്തിൻ്റെ മുദ്ര ആയിരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ആരൊക്കെ ഇത് സ്വീകരിക്കുന്നുവോ അവർ സാത്താൻ്റെ ലോകത്തെ ആയിരിക്കും സ്വീകരിക്കുന്നത്, എന്നെയോ എൻ്റെ പുത്രനെയോ ആയിരിക്കില്ല. ഇത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇത് പറഞ്ഞാലും എടുക്കും എനിക്കറിയാം. എന്നാലും എൻ്റെ കടമ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളോട്. കാരണം എപ്പോഴും ഇങ്ങനെയുള്ള വൺ വേൾഡ് ഓർഡർ അവർ നമ്മളെ നിയന്ത്രിക്കുക. നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം, നമ്മുടെ പാർപ്പിടം, നമ്മുടെ വിശ്വാസം, ഇതിൻ്റെ മുകളിലാണ് അവർ കൈവയ്ക്കുക. കാരണം ഇതില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. സോ അവരാരും തന്നെ കൈവെക്കാൻ പോകുന്നത് ഭക്ഷണത്തിൻ്റെ മുകളിലാണ്. എല്ലാവരും ജോലി പോകുമെന്ന് വിചാരിച്ചിട്ടല്ലേ ഇതെടുത്തത്, ഈ സാധനം എടുത്തത്. അപ്പോൾ ഇന്ന് ഇതെടുത്തത് വഴി നിങ്ങളുടെ ശരീരമേ മലിനമാക്കപ്പെട്ടിട്ടുള്ളൂ. അറിയാതെ എടുത്തവർക്ക് കുഴപ്പമില്ലായിരിക്കും, മോറൽ ഇഷ്യൂ. എന്നാൽ നാളെ ഇതെടുക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെ ബാധിക്കും. ഇതാരും പറഞ്ഞു തരാൻ പോകുന്നില്ല കേട്ടോ. ഇതാരും സർക്കുലർ ഇറക്കാൻ പോകുന്നില്ല. ഇതാരും പറയത്തില്ല. കാരണം ഇതൊന്നും ആരും വിശ്വസിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. ഇതൊക്കെ ഒരു ഉപമയൊക്കെ ആയിട്ടാണ് ആൾക്കാർ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, അന്വേഷിക്കുക. വിദേശത്തുള്ള ഒരുപാട് ബിഷപ്പുമാരൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ബിഷപ്പ് അത്തനേഷ്യസ് പിതാവൊക്കെ ന്യൂ വേൾഡ് ഓർഡറിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് സഭയുടെ യഥാർത്ഥ പ്രബോധനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. യുകാറ്റിലുണ്ട്, കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രബുദ്ധരാവുക. എല്ലാറ്റിലും വലുതാണ് നമ്മുടെ കത്തോലിക്ക വിശ്വാസം. അതുകൊണ്ടാണല്ലോ ജീവൻ പോലും ഇതിനു വേണ്ടി ആളുകൾ ബലിയർപ്പിച്ചത്. വിവ ക്രിസ്റ്റോറെ.